അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊക്കെ നോക്ക്, സെറ്റപ്പ്. രാജസ്ഥാൻ റോയൽസ് ശരിക്കും കൂക്കു കൂകും തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആദ്യമായിട്ട് പഠിച്ച പാട്ടുകളിലൊന്നാണല്ലേ അത്. കുട്ടിക്കാലം മുതലേ തീവണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കൗതുകവും അത്ഭുതമൊക്കെയാണ്. ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഭാരതത്തിൽ ഈ റെയിൽവേ സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഉത്പത്തിയെക്കുറിച്ചും ട്രെയിനുകളെക്കുറിച്ചുമെല്ലാം നിരവധി രസകരമായ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ഉണ്ട്. ട്രെയിനുകളെക്കുറിച്ച് അറിയാനും അതേപോലെ തന്നെ അവയുടെ ചരിത്രം അറിയാനും താല്പര്യമുണ്ടെങ്കിൽ ചെന്നൈ റെയിൽ മ്യൂസിയത്തിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഓഫ് ടു വണ്ടർലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ചെന്നൈ റെയിൽവേ മ്യൂസിയത്തെ പറ്റിയാണ്. ഞാനിപ്പോൾ അണ്ണാനഗർ വെസ്റ്റിലാണ് ഉള്ളത്. ഇവിടുന്ന് ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അണ്ണാനഗറിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ വില്ലിവാക്കം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ റെയിൽവേ മ്യൂസിയം ഉള്ളത്. അപ്പോൾ നമുക്ക് ആ മ്യൂസിയം ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഓഫ് ടു വണ്ടർലാൻഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് കൂട്ടുകാർക്ക് അവർക്കും സ്വാഗതം. ചെന്നൈ വില്ലിവാക്കത്തെ ന്യൂ അവടി റോഡിൽ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ സമീപത്തായിട്ടാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അണ്ണാനഗറിയിൽ നിന്ന് ഏകദേശം 15 മിനിറ്റ് എടുത്തുള്ളൂ റെയിൽ മ്യൂസിയത്തിലേക്ക്. ഒരാൾ പകുതി മയക്കത്തിലായിരുന്ന ചേട്ടനെ വിളിച്ചെണീപ്പിച്ച് ടിക്കറ്റ് വാങ്ങി. 50 രൂപ ഒരാൾക്ക്. ഈ 6.5 ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന റെയിൽ മ്യൂസിയത്തിൻ്റെ ഒരു ലേ ഔട്ട് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഗാലറികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒന്നാം ഗാലറിയിൽ കുറേ ചിത്രങ്ങൾ, രണ്ടാമത്തെ ഗാലറിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന പെയിൻറ്റിംഗ് ഗാലറിയാണ്. മൂന്നാമത്തെ ഗാലറിയിൽ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ നാൾ വഴികൾ വിശദമാക്കുന്ന ഇടം. ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു സംഭവമുണ്ട്. പല കോച്ചുകളുടെയും മോഡലുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. AC2 ടയർ, AC സ്ലീപ്പറിൻ്റെ 2 AC ടയറാണത്. ഇനിത് കൊൽക്കത്ത മെട്രോയുടെ ഒരു മോഡലാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. സെക്കൻഡ് ക്ലാസ്. ഇത് ഇനി ജമ്മു കാശ്മീരിൽ യൂസ് ചെയ്യുന്നൊരു ഡെമോ സർവീസാണിത്. അടുത്തതൊരു പോപ്പുലറായ ഇന്ത്യയിലെ ഒരു റൂട്ടാണ്, സർവീസാണ് ഗരീബ് രഥ്. ഇത് 2010 ആക്സിഡൻറ്റ് റിലീഫ് മെഡിക്കൽ വാൻ. അതായത് എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് വേഗം മെഡിസിനുകളും അത്യാവശ്യം സാമഗ്രികളൊക്കെ കൊണ്ട് വരുന്ന ഒരു ട്രെയിൻ, അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു ട്രെയിനാണ് 2010 ഉണ്ടാക്കിയതായിരുന്നത്. ഈ ഡെമോ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് നമ്മൾ ശ്രീലങ്കയ്ക്ക് 2012 നിർമ്മിച്ചു കൊടുത്താണ് കേട്ടത് ഈ കാണുന്നത്. ഫർണിഷിംഗ് ഡിവിഷൻ്റെ കൺസ്ട്രക്ഷൻ, പിന്നെ അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ആദ്യത്തെ തറക്കല്ലിടൽ, അങ്ങനെ പല നാഴികക്കല്ലുകളും ആ സംഭവവികാസങ്ങളൊക്കെ ഇവിടെ ഫോട്ടോ ആയിട്ട് ഫ്രെയിം ചെയ്ത് വച്ചേക്കാണ്. ഇതാണ് നമ്മൾ ശ്രീലങ്കയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത ഡെമോ 2010 കേട്ടോ. അതിൻ്റെ ഒരു മോഡലാണ് ഈ കാണുന്നത്. പണ്ടൊക്കെ കള്ളവണ്ടി എന്ന് ചീത്തപ്പേരുണ്ടായിരുന്ന നിലയിൽ നിന്ന് ഇന്ത്യൻ റെയിൽവേ ഒക്കെ കുറേ മുന്നോട്ട് പോയിട്ടാണ്.
ടൂറിസത്തിന് വേണ്ടി തന്നെ അവർക്ക് സ്പെഷ്യൽ ട്രെയിനുകളുണ്ട്. അത് ചില ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയൊക്കെയാണ് ഒരു സീറ്റിന് അവർ ഈടാക്കുന്നത്. അതൊരു ഫുൾ പാക്കേജാണ്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടേ ഡെക്കാൻ ഒഡീസി. ഇത് മഹാരാഷ്ട്ര ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന് ലോഞ്ചൊക്കെ നോക്കിയേ, ലോഞ്ച് കാറാണിത്. പിന്നെ അതേ ട്രെയിനിൻ്റെ തന്നെ ഡീലക്സ് ക്യാബിനാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? ഒരു 5 സ്റ്റാർ ഹോട്ടലിലുള്ള 5 സ്റ്റാർ ഹോട്ടലിനെ കൊണ്ട് താരതമ്യമുള്ള ഫെസിലിറ്റീസാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ. മഹാരാജാസ് എക്സ്പ്രസ് 2009 ഉണ്ടാക്കിയതാണ്. ഇതാണ് ട്രെയിൻ. ഇതിലുള്ള സംവിധാനങ്ങൾ നോക്കി. ഇനി ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് ഒരു വീൽസ് ഓൺ രാജസ്ഥാൻ ഓൺ വീൽസോ അങ്ങനെ എന്തോ ഒരു ട്രെയിൻ ഉണ്ട്. അത് ഞാൻ പണ്ട് അതിൻ്റെ ടിക്കറ്റ് നോക്കിയിട്ടുള്ളതാണ്. അന്ന് നോക്കിയപ്പോൾ അതിന് ഭയങ്കര ഒച്ചപ്പാടും ബഹളമുള്ള പിള്ളേർ. അന്ന് നോക്കിയപ്പോൾ അതിന് 1,25,000 അങ്ങനെ എന്തോ ആയിരുന്നു. ഡൽഹിയിൽ നിന്ന് യാത്ര തുടങ്ങി ഒരാഴ്ച രാജസ്ഥാൻ ജയ്പൂരൊക്കെ കറങ്ങി, ഉദയ്പൂരൊക്കെ കറങ്ങി വന്നതിന് 1,25,000 അങ്ങനെ എന്തോ രൂപയായിരുന്നു. അത് ഉണ്ടോ നോക്കാം. ഇത് മഹാരാജാസ് എക്സ്പ്രസ് അല്ലേ ഇതൊക്കെ? അതേനടാ, റോയൽ രാജസ്ഥാൻ ഓൺ വീൽസ് എന്നാണ് അതിൻ്റെ പേര്. ഈ സംഭവമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിനാണ് ആ റേറ്റ്. അന്ന് ഞാൻ ടിക്കറ്റ് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിച്ച് കളഞ്ഞ ഒരു റേറ്റായിരുന്നു ഇതിന്. ഇതാ അതിനുള്ള ഫെസിലിറ്റീസാണ് ഈ കാണുന്നത്. ഇതിനുള്ളൊരു മ്യൂസിയം ഷോപ്പുണ്ട്. അതിൽ അത്യാവശ്യം ടോയ്സും തീവണ്ടികളുടെ മോഡലുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം പിള്ളേരെ പറ്റിക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇതിലുണ്ട്. ഇത് അടച്ചിട്ടേക്കണോ ചേട്ടൻ? സമയം എന്താ ഇപ്പോൾ? 1:15. പുള്ളി ലഞ്ച് ബ്രേക്ക് ആയിരിക്കും മിക്കവാറും കേട്ടോ. ഇപ്പോൾ ഇവിടെ തന്നെ ഇത് തുറക്കാൻ വേണ്ടിയിട്ട് കുറേ പിള്ളേർ ക്യൂ നിൽപ്പുണ്ട്. ഇവിടെ ഒരു ട്രെയിൻസ് ഗാലറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താണെന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. മുകളിലാണ്, ഫസ്റ്റ് ഫ്ലോറിലാണത്. ഡയറക്ടർ ഓഫ് മ്യൂസിയം, ട്രെയിൻസ് ഗാലറി. ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാണ്. 1961 ഫസ്റ്റ് ക്ലാസ് കോച്ച്, ICF ഉണ്ടാക്കിയ ഫസ്റ്റ് ക്ലാസ് കോച്ച്, അതിൻ്റെ ഇൻറ്റീരിയർ. പിന്നെ ഡീസൽ ഷണ്ടിങ് എൻജിൻ. ഇതിപ്പോഴും പുറത്തുണ്ട് തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് ഇതെല്ലാം പുറത്തുണ്ട് ഒറിജിനലി. അന്നത്തെ കാലത്തെ സംഭവങ്ങളൊക്കെ പുറത്ത് ഞാൻ കണ്ടായിരുന്നു. നമുക്കിത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തുപോയി നോക്കാം. 1964 വാഷ് ബേസിൻ വാഷ് സ്ട്രീം ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ 1964 ഹാൻഡ് ഷവറും ഒക്കെ ബാത്റൂമൊക്കെ ഫസ്റ്റ് ക്ലാസ് കോച്ചിൽ വന്നത്. റീഡിംഗ് ലൈറ്റ്, മാഗസിൻ പൗച്ച് 1964 ഇതൊക്കെ. നമ്മൾ നേരത്തെ കണ്ടില്ലേ മഹാരാജാസ് എക്സ്പ്രസ്, ആ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഓടുന്നത്. അതാണ് കേട്ടോ ഈ സംഭവം. ആ മോഡലാണിത്. ഇതിൻ്റെ അകത്തേക്കൊക്കെ നോക്ക്, സെറ്റപ്പ്. രാജസ്ഥാൻ റോയൽസ് ശരിക്കും റോയൽ തന്നെയാണ് കേട്ടോ അതെല്ലാം. നമ്മൾ ടാൻസാനിയയിലേക്കൊക്കെ റെയിൽവേ കോച്ചുകൾ നിർമ്മിച്ച് അയച്ചിട്ടുണ്ട് കേട്ടോ ഇന്ത്യ. അതൊക്കെയാണ് കാണുന്നത്. ഇത് അങ്കോളയിലേക്ക്, മൊസാംബിക്കിലേക്ക് വേണ്ടിയിട്ടുള്ളത് നിർമ്മിച്ച് അയച്ചതാണിത്. ബംഗ്ലാദേശിലേക്ക് അയച്ചതാണ് കേട്ടോ അത്. 3rd ക്ലാസ് കോച്ചുകൾ. ഇതാണ്ടേ നൈജീരിയയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ബ്രേക്ക് വാൻ നൈജീരിയൻ റെയിൽവേസ്. ഇതേതായിരുന്നു? ഉഗാണ്ട റെയിൽവേസ്. ഉഗാണ്ട രാജ്യത്തിലേക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് സാംബിയ. ഇത് 1971-72 തൈവാൻ തൈവാനിലേക്ക് എക്സ്പോർട്ട് ചെയ്തതാണ്. ഇത് ഡെമോ കോച്ചിലെ ഹാൻഡ് ഹോൾഡാണിത്. ഇത് നമ്മുടെ ഇപ്പോൾ മെട്രോയിലും ഒക്കെ സർവ്വസാധാരണമാണത്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് സാധാരണ ഡെമോ സർവീസുകളിലൊക്കെ ഈ ടൈപ്പ് ചെയറാണ് വന്നുകൊണ്ടിരുന്നത്. ഈ നിലയിൽ റെയിൽവേയുടെ പാൻട്രി കോച്ചിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇൻറ്റീരിയറാണ്. ഒരു ടിപ്പിക്കൽ ട്രെയിനിൻ്റെ പാൻട്രി കോച്ചിലുണ്ടാവുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ.
1966 ഇൻ്റർസിറ്റി എക്സ്പ്രസ്സുകളിൽ ഉപയോഗിച്ചിരുന്ന ചെയർ കാറിൽ ഉപയോഗിച്ചിരുന്ന സീറ്റുകളാണ് അതൊക്കെ. 2 ബോഗികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനും ബോഗിയായിട്ടൊക്കെ ജോയിൻ ചെയ്യണത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ സംഭവം. ഇങ്ങനൊരു ചെയിനാണത്. പക്ഷെ എന്താ അല്ലേ, ഇതാണ് ഹുക്ക്. ഇതെടുത്ത് ഇതിൽ ലോക്ക് ചെയ്യുമായിരിക്കും. അങ്ങനെ എങ്ങാനും ആയിരിക്കും. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏത് ലെവലിലെത്തിയാനെ. എന്താ ട്രെയിനിൻ്റെ ചക്രത്തിൻ്റെ മോഡലാണ് ഈ കാണുന്നത്. എന്തോ ട്രെയിനിലെ വാഷ്റൂമിലെ കണ്ണാടി, വാഷ് ബേസിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ റെയിൽവേയുടെ അത്ഭുതകരമായ സംഭവങ്ങളാണിത്. പാമ്പൻ ബ്രിഡ്ജ്, അതിലൊന്നാണ് പാമ്പൻ ബ്രിഡ്ജ്. ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് ഫെറി മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് പാലം 2ആയി മാറും. നീലഗിരി മൗണ്ടൻ റെയിൽ നമ്മുടെ കിലുക്കം സിനിമയിലൊക്കെ പ്രശസ്തമായതാണ്. ഇത് ഊട്ടിയിൽ നീലഗിരി റെയിൽവേസ് ഇപ്പോഴും മേട്ടുപ്പാളയം ഉദകമണ്ഡലം റൂട്ടിൽ ഇപ്പോഴും ആ ടോയ് ട്രെയിൻ ഓടുന്നുണ്ട്. ഈ ഗാലറിയിൽ മെയിനായിട്ട് എൻജിനുകൾ, പല ടൈപ്പ് എൻജിനുകൾ ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്തിരുന്നതും ഇപ്പോൾ ഉപയോഗത്തിലിരിക്കുന്നതായത്, അതിൻ്റെയൊക്കെ ടെക്നിക്കൽ ഇൻഫോർമേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സംഭവം ഇതുകൊണ്ട് ഞാൻ പടം മാത്രം കണ്ട് പോകണം. ഇതാണ് കേട്ടോ കൊൽക്കത്ത മെട്രോ. ഇനി കൊൽക്കത്ത മെട്രോയിലൊന്ന് കയറാൻ പറ്റില്ല എന്നുള്ള വിഷമം വേണ്ട, നമുക്കൊന്ന് പോയി നോക്കാം. അതിൻ്റെത് ഇൻഫോർമേഷൻ ബോർഡൊക്കെ വീട് കൊടുക്കണം. എന്താണ് സംഭവം നോക്കാം. ഇരിക്കണില്ലത് പണിയായ സംഭവം. നമുക്ക് ഓടിച്ചോണ്ട് പോയാലോ കൊൽക്കത്ത മെട്രോ? വേണ്ടല്ലേ, കുറച്ചേരം ഇരുന്നിട്ട് പോവാം. ഇഷ്ടംപോലെ ഫോട്ടോകൾ എടുക്കാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഒരാളെയും കൊണ്ടുവരണം, എന്നാലും ക്ലിയർ ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. സെൽഫി ആണെങ്കിൽ നമ്മുടെ മോന്ത് മാത്രമല്ലേ കിട്ടുള്ളൂ, ട്രെയിൻ ഉൾപ്പെടെ കിട്ടത്തില്ലല്ലോ. ചെന്നൈ ബീച്ചിൽ നിന്ന് ഫസ്റ്റ് ഓടിയതാണ് കേട്ടോ താമ്പരത്തേക്ക്. ചെങ്കൽപ്പേട്ട് താമ്പരം ഓടിയ ട്രെയിൻ ആണ് ഈ കിടക്കുന്നത്. 1965 ചെന്നൈ ബീച്ച്, താമ്പരം, ചെങ്കൽപ്പേട്ട്. 45 പാസഞ്ചേഴ്സ്. അപ്പോൾ ഇത്ര ഉള്ളല്ലേ, കോച്ച് ഇത്ര ഉണ്ടാവുള്ളൂ. കയറി നോക്കാം. 1965 ട്രെയിനിൽ യാത്ര ചെയ്തെന്ന് പറയാലോ. ഓഹോ, ഇതാണ് ആ സംഭവം. ബ്രോ एक फोटो खींचेगा? നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ആ ടോയ് ട്രെയിനിൻ്റെ ഒരു മോഡൽ ഇവിടെ കിടപ്പുണ്ട്. മോഡലല്ല കേട്ടോ, ഇതൊക്കെ ഒറിജിനൽ ഉപയോഗത്തിലിരുന്ന സംഭവങ്ങളാണെന്നല്ല ഈ കോച്ചുകളല്ല. ഇതിനകത്ത് കയറാൻ ഇത്തിരി പാടുപെടും. ഇതിലാണ് നമ്മുടെ കിലുക്കത്തിൽ രേവതിയും ജഗതിയും മോഹൻലാലും കൂടി തകർത്ത് നടന്നത്. ഇതാണ് പണ്ട് പ്രചാരത്തിലിരുന്ന ഡീസൽ ലോക്കോമോട്ടീവ് എഞ്ചിൻ. അണ്ണേ ഒരു ഫോട്ടോ എടുക്കുമോ? ഇനി കുറച്ചുകൂടി എൻജിനുകളൊക്കെ കാണാനുണ്ട്. പക്ഷേ നമുക്ക് ഫോട്ടോ എടുത്തന്ന അണ്ണൻ പറഞ്ഞു 2 മണിക്ക് ഒരു ടോയ് ട്രെയിൻ, ഇവിടെ ഒരു ചെറിയ റെയിലുണ്ട്, അതേ കൂടി സർവീസ് നടത്തുന്നു. നമ്മളൊരു റൗണ്ട് ചുറ്റിയടിക്കുന്നത്. ഭയങ്കര ചൂടാട്ടോ ഇവിടെ. എനിക്ക് മാത്രമേ മാസ്ക് ഉള്ളൂ. ആൾക്കാരൊക്കെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴേ ആൾക്കാർ പറയണു മാസ്കൊക്കെ മാറ്റ് അണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് മാസ്കൊക്കെ മാറ്റിച്ചിട്ടാണ് അവർ ഫോട്ടോ എടുപ്പിച്ചത്. താടിയിൽ വരെ വെച്ചിട്ട് തന്നെ അവർ മാറ്റാൻ പറഞ്ഞു. ഇവിടെ ആർക്കും മാസ്ക് ഒന്നുമില്ല, കൊറോണ മുക്തരായി തോന്നുന്നു. ഇതോ അവർ നമുക്ക് വേഗം പോവാം. അവിടെ ഇരുന്ന് കഴിഞ്ഞു.
നമ്മൾ ഓടി വന്നിട്ട് ചെറുതായിട്ടൊന്ന് ചമ്മി. നമ്മൾ വന്നപ്പോഴേക്കും ട്രെയിനിൽ എല്ലാവരും കയറി ഇരുന്ന് കഴിഞ്ഞു. ഇനി ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് അവർ വീണ്ടും വരും അത്ര, അപ്പോഴേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. റെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കുഞ്ഞ് സാധനം. അതായത് നീലഗിരി മൗണ്ടൻ റെയിൽവേസിൻ്റെ ആ ടോയ് ട്രെയിനിൻ്റെ ഒരു മോഡലാണ് ഇത്. അതിപ്പോൾ 2 മണിക്കാണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വരുമായിരിക്കും. ഇതാ വരുന്നു കുരിശ് വീണ്ടും. ഇത് ഒരു 2 റൗണ്ട് ചുറ്റടിക്കും. ഇത് നമ്മുടെ പഴയ സ്റ്റീം എഞ്ചിനാണ്. സ്റ്റീം എഞ്ചിൻ്റെ ലോക്കോമോട്ടീവ്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം. This is coal, fully coal. This box fully coal. Then only trains will start. கோல் அதுக்குள்ள போடுமா? இங்க ஸ்டோர் பண்ணிடும். Coal no close. Inga only signals. This is signals. This is signal only driving. Okay. Green, yellow signal. No? This is driving. Driving. Gear. This one. Let's see. Say, on YouTube போடுவாங்க. ஆனா இவர் வர மாதிரி பாருங்க YouTubeல. பாரு YouTube போடுங்க பாரு. பேர் என்ன உங்கள்ட்ட? சாய் கிருஷ்ணாந்த். சாய் கிருஷ்ணா? சாய் கிருஷ்ணாந்த். ஆஹா. இது என்ன இந்த மாதிரி இருக்குது? സായി. ഓ, എന്തൊരു വലിപ്പത്തിന്. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു പാർക്ക്, ചെറിയൊരു പാർക്ക് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മ്യൂസിയത്തിൻ്റെ ഭാഗമായിട്ടൊരു ഫുഡ് കോർട്ടും ഉണ്ട് ഇവിടെ. ഇവിടെ പല ടൈപ്പ് ട്രെയിനിൻ്റെ എൻജിനുകൾ, ഇപ്പോൾ ഇലക്ട്രിക്കൽ ഉണ്ട്, സ്റ്റീം ഉണ്ട്, പല ടൈപ്പ് ട്രാക്കുകൾ, അതെല്ലാം ഉള്ളതാണ് ഈ ഗാലറിയിൽ. ഏകദേശം ഒരു 2-3 മണിക്കൂറൊക്കെ ചുറ്റിക്കറങ്ങാനുള്ള സംഭവങ്ങൾ ഈ റെയിൽ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തീവണ്ടിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർക്ക് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ചെന്നൈ റെയിൽവേ മ്യൂസിയം. ഓഫ് ടു വണ്ടർലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കൂട്ടുകാർക്ക് അവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.